എന്ന് പറയുന്നതും വലിയ കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ശോഭായാത്രയ്ക്ക് അണിനിരക്കേണ്ടതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇത്രയും വൃത്തിയായിട്ടൊരു ലോകത്തിൽ ഒരിക്കലും നമ്മൾ വളർന്ന് വലുതാവരുത്. ഈ പ്രായത്തിൽ ഇങ്ങനെ ജനിച്ച് ജീവിച്ച് മരിക്കണം. കാരണം അവരുടെ മനസ്സിനകത്ത് ഒരു വിധത്തിലുള്ള കളങ്കവുമില്ല, ഒരു വിധത്തിലുള്ള ചിന്തയില്ല, ഒരു വിധത്തിലുള്ള ടെൻഷനില്ല. കാരണം അവരങ്ങനെ ജീവിക്കണം. ആ ഒരു കാലം നമുക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? നമ്മളിങ്ങനെ വളർന്നു വരുന്നത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് പഠിക്കുന്ന അസൂയ, കുനിട്ട്, വിദ്വേഷം, സ്നേഹം മറക്കണം. സോ ഈ ദിവസത്തിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു തിരിച്ച് ആ കാലത്തിലൂടെ പോയിരുന്നെങ്കിൽ അതുപോലെ വളരാതെ അങ്ങനെ ജീവിച്ചു പോവാ, ഒരു ടെൻഷനില്ല. അതാണ് ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും അപ്പോൾ മേജർ രവി സാറും അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ത്രില്ലടിച്ച് നിൽക്കുവാണ്. ശോഭയാത്രയിൽ കൂടാനും ശോഭയാത്ര കാണാനും ഒക്കെയായി എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ്. എന്നാൽ നമ്മളും അതോടൊപ്പം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. എങ്ങനെ ആയിരിക്കും ഈ ഒരു ശോഭയാത്ര, എത്രത്തോളം ആഘോഷമാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രേണുക നമ്മളും നിൽക്കുന്നത്. പ്രതികരണം കേട്ടിപ്പോൾ ഒന്ന് ഞെട്ടിയാലും പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വേണം പറയാൻ. കാരണം തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു ഓർമ്മക്കാലം കൂടിയാണ് ഇപ്പോൾ കാണുന്ന ഈ ശ്രീകൃഷ്ണ ജയന്തിയിലെ കുഞ്ഞൻ കുട്ടി കൃഷ്ണന്മാരും രാധമാരും ഒക്കെ. എന്തായാലും മധുരിക്കും ഓർമ്മകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ടാബ്ലോകളിലൊക്കെ ഇപ്പോൾ കൃഷ്ണന്റെ ശില്പങ്ങളുമൊക്കെ തയ്യാറായി കഴിഞ്ഞു അവിടെ.